15 ഓഗസ്റ്റ് 1992 ഏത് ദിവസമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അതിനൊരു ഇക്വേഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. അതായത് സെഞ്ച്വറി കോഡ് പ്ലസ് ഇയർ കോഡ് പ്ലസ് മന്ത് കോഡ് പ്ലസ് ഡേറ്റ് കോഡ് ഡിവൈഡഡ് ബൈ 7 ചെയ്യണം നമുക്ക്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം സെഞ്ച്വറി കോഡ്. സെഞ്ച്വറി കോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് ഏത് സെഞ്ച്വറിയാണ് വരുന്നത് നോക്കണം. 1900 അല്ലേ? അപ്പോൾ അതിലെത്ര ഓഡ് നമ്പർ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതായത് ഓഡ് ഡേയ്സ് എത്ര വരുന്നുണ്ട് എന്ന് നോക്കാം. 1900 എത്രയാണ് വരിക? 0 ഓഡ് ഡേയ്സ് ആണ് വരിക. അപ്പോൾ നമുക്ക് 0 എഴുതാലോ. അടുത്തത് എന്താണ്? ഇയർ കോഡ്. ഇയർ കോഡ് എത്രയാണ്? ഇയർ കോഡ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ടേക്ക് ദ ലാസ്റ്റ് 2 ഡിജിറ്റ് ഓഫ് ദ ഇയർ. ഇയറിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് എടുക്കുക. എത്രയാണ് വരുന്നത്? 92 പ്ലസ് നമ്മൾ എന്ത് ചെയ്യുക? 92 ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. അപ്പോൾ എത്രയാണ്? 92 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 23 അല്ലേ? അപ്പോൾ 23 പ്ലസ് 92 ചെയ്യണം. അപ്പോൾ എത്രയാണ്? 5, 11, 115 കിട്ടിയല്ലോ. അപ്പോൾ ഇയർ കോഡ് എത്രയാണ് വരുന്നത്? 115. മന്ത് കോഡ് വേണം. മന്ത് കോഡിനുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട് എത്ര ഓഡ് ഡേയ്സ് ആണ് വരുന്നതെന്ന്. എത്രയാണ്? നമ്മുടെ മന്ത് ഏതാണ്? ഓഗസ്റ്റ് അല്ലേ? ഓഗസ്റ്റിന് എത്ര? ഓഗസ്റ്റ് 2 ഓഡ് ഡേയ്സ് വരുന്നുണ്ട് ഓഗസ്റ്റിന്. അപ്പോൾ മന്ത് കോഡ് എന്താണ്? 2. അത് കഴിഞ്ഞ് ഡേറ്റ് കോഡ്. ഡേറ്റ് എത്ര? നമുക്ക് സാധാ ഡേറ്റ് തന്നെ എഴുതിയാൽ മതി. അതായത് 15. ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്? 15ഉം 115 എത്രയാണ്? 130. പിന്നെ 132 ഒരു 2 ഇല്ലേ? പിന്നുള്ളത് 0ആണ്. അപ്പോൾ 132 വരും ടോട്ടൽ. 132. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? 7നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 7 എത്ര വട്ടം പോകും? ഒരു വട്ടം പോകും. പിന്നെ എത്രയാണ്? ഒരു 6. 8 വട്ടം പോകൂലേ? 56 വരും. അപ്പം സിസ്റ്റം എത്രയാണ്? 6. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ റിമൈൻഡർ സിസ്റ്റമാണ് വേണ്ടത്. സിസ്റ്റം വെച്ചിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അതായത് നമുക്ക് ഓരോ ആഴ്ചേനെ എങ്ങനെ സൂചിപ്പിക്കാം? സൺഡേനെ 0 കൊണ്ട് സൂചിപ്പിക്കാം. മൺഡേനെ എന്താണ് സൂചിപ്പിക്കുക? 1. ട്യൂസ്ഡേ എന്താണ്? 2. വെനസ്ഡേ 3. തേഴ്സ്ഡേ എത്രയാണ്? 4. ഫ്രൈഡേ 5. സാറ്റർഡേ 6. അപ്പോൾ 6 എന്ന് പറയുമ്പോൾ എന്താണ്? സാറ്റർഡേ. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുമ്പോൾ സാറ്റർഡേ ആണ്. ഓഗസ്റ്റ് 15, 1992.